ഹലോ, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. കാണാൻ മാത്രമല്ല ലൈക്കും സബും കൂടി ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ആരാ 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 അതന്നെ നിന്നോട് ചോദിച്ച ആരാ? നീ ആരാ? ഹു ആർ യു? അപ്പം ദേ ഏകദേശം ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവന് ഞാൻ കുറുക്കുണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അമ്മ പറഞ്ഞ് അമ്മ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ അവനും കൊണ്ടുവന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അവന് ഞങ്ങൾ ഡെയിലി വൈകുന്നേരം അമൃതം പൊടിയുടെ കുറുക്കാട്ട കൊടുക്കാറ്. 3 വയസ്സ് വരെ അത് കൊടുക്കുന്നത് നല്ലതാണല്ലോ, അപ്പോൾ അതാണ് കൊടുക്കാറ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ അമ്മ ഒരുപാട് ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സൗണ്ടിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാവട്ടെ, വേറെ ഒന്നുമല്ല, പനിയൊക്കെ ആയിരുന്നുകൊണ്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. പിന്നെ അപ്പം ഞാൻ ഇത് നമ്മുടെ ആമ്പൽ അമ്മ നട്ടതാട്ടോ. ആമ്പൽ അതിനകത്ത് 2 ആമ്പൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താമര ബാക്കിൽ അമ്മ വെച്ചിട്ടുണ്ട്. താമരയുടെ പൂവായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ കുറുക്കൊക്കെ ഉണ്ടാക്കി. ഞാൻ കുറുക്ക് കൊടുത്തു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കൊച്ചിന് ഫുഡ് കൊടുക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ചാച്ചനെ നോക്കിയിട്ടൊന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അച്ചാച്ചൻ വന്നിട്ടോ. ചാച്ചൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ചാച്ചനാട്ടോ, എൻ്റെ അല്ല കേട്ടോ. അതായത് അച്ചായി, ചേട്ടൻ്റെ അച്ഛൻ. അപ്പോൾ ആ ചാച്ചൻ വന്ന് അച്ചാച്ചൻ്റെ കയ്യിലേക്ക് പോയിട്ടോ. കുറച്ച് നേരം ഇരിക്കുള്ളൂ ആൾ. അതേമാ അപ്പം തന്നെ ഇങ്ങടേക്ക് ചാടും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പോയി ചായ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ചായ വെക്കാനായിട്ട് പോവാണ്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാമല്ലോ. ബിഗ് ബോസ് അടിച്ച് എത്ര പേരുണ്ടെന്ന് വെച്ചൊന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. 7 മണി ആവാറായിട്ട് കേട്ടോ. ചോദിച്ചു ചായ വെക്കാമെന്ന്. അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചായ വെക്കണം. അപ്പം ഞാൻ ചായ വെച്ചിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ കറി ഇരിക്കണില്ല. കറി എന്തെങ്കിലും വയ്ക്കണം. ഒരു പ്ലാനിൽ അപ്പം ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് കറി എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. കറിയൊന്നും ഇരിക്കണില്ല. പിന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു മാമ്പഴപ്പുളിശ്ശേരി പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചു. മാമ്പഴപ്പുളിശ്ശേരിയുടെ മാങ്ങയല്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് ചായയുടെ പരിപാടി നോക്കാം. ഞാനിവിടെ ചായ വയ്ക്കുന്നത് നേരത്തെ 2 ഏലക്ക ഇട്ടിട്ടാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ നന്നായി. എപ്പോഴും ഇല്ല, ഇടയ്ക്ക് ഇടും. ഇടയ്ക്കല്ല, എപ്പോഴും ഇടും. ഇരുട്ടായിട്ടാ തുണി ബാക്കിൽ തോരായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റില്ല. മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുണി വിരിച്ചിട്ടതാണ്. ഇവിടെ വിരിച്ചിട്ടാണ്. അടുക്കളയുടെ ഡോറ് അടച്ചിട്ടേക്കണേ കേട്ടോ. അല്ലെങ്കിൽ അവൻ ഇന്ന് വരും. പിന്നെ ഇവിടെ ഇരിക്കുന്ന സവാളയും അതൊക്കെ പറക്കിടും. മാങ്ങയുടെ പഴുപ്പ് കുറച്ച് കൂടിപ്പോയിന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പം അമ്മ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി അരിഞ്ഞു തരാമെന്ന് പറയട്ടോ. അപ്പം ഞാൻ മാങ്ങ കഴുകി അമ്മയ്ക്ക് കൊടുത്ത് പിന്നെ ഞാൻ അപ്പയ്ക്കും ചായ തിളച്ചു കിട്ടാം. പിന്നെ ചായ എല്ലാവർക്കും ചായ എടുത്തു. പിന്നെ ഞാൻ ചേട്ടനുള്ള ചായയും കൂടി വെച്ചു കേട്ടോ. ഇനി ചേട്ടൻ വരുമ്പോൾ സെപ്പറേറ്റ് ചായ വെക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരുമിച്ച് വെച്ചു. അപ്പോൾ പിന്നെ ചേട്ടൻ വന്നു കഴിയുമ്പോൾ അതൊന്നും എടുത്തൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇനി വീണ്ടും വെക്കാൻ നിൽക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടനും കൂടെയുള്ള ചായ വെച്ചിട്ടാണ്. പിന്നെ അച്ഛനും അമ്മയ്ക്കുള്ള ചായ സെപ്പറേറ്റ്, അവർക്ക് ഷുഗർ വേണ്ടാത്തതുകൊണ്ട് സെപ്പറേറ്റ് ആക്കി. പിന്നെ എനിക്കും
എനിക്കുള്ള ചായ വീണ്ടും സെപ്പറേറ്റ് ആക്കി എടുത്തുട്ടാ. ഇനിയിപ്പോൾ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കുള്ള ചായയൊക്കെ സെറ്റാക്കി. ഇത് എനിക്കുള്ളത്, ഇത് ചേട്ടനുള്ളത്. അത് കഴിഞ്ഞപ്പോഴാട്ടോ ഓർത്തത് രാവിലത്തെ അപ്പത്തിൻ്റെ മാവിരിക്കണ്ടായിരുന്നു. അപ്പം അച്ഛന് വൈകുന്നേരം ഞാൻ രാവിലെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വരുമ്പോൾ ചൂടോടുകൂടി ചുട്ട് കൊടുക്കാമല്ലോ നേരിച്ചിട്ട് രാവിലത്തെ അപ്പത്തിൻ്റെ ഇരിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അച്ഛനും ചേട്ടനുള്ളത്, ചേട്ടൻ ചിലപ്പോഴാണ് വരുമ്പോൾ കഴിക്കുള്ളൂ. രാവിലെ കഴിച്ചിട്ടല്ല പോയത്. ചിലപ്പോൾ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല. ഞാനെന്തായാലും അച്ഛനും ചേട്ടനുള്ള 3-4 അപ്പം ചുട്ടുകൂട്ടാം. പിന്നെ കറി രാവിലെ ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കൂട്ടിയിട്ട് അച്ഛൻ കഴിച്ചോളും. അച്ഛനും രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോണത്. അച്ഛന് ഒരു 7 മണി ഒക്കെ ആവുമ്പോഴേക്കും പോകും. ഇപ്പം ഈ മഴക്കാലത്തിട്ട് അച്ഛന് റബ്ബറിൻ്റെ ടാപ്പിങ്ങിൻ്റെ പരിപാടി. അപ്പം അച്ഛന് അല്ലെങ്കിൽ അച്ഛൻ 4:30 ആകുമ്പോൾ വെളുപ്പിന് പോകട്ടാ. ഇപ്പം അച്ഛൻ 7 മണിയാകുമ്പോൾ പോണേ. പിന്നെ ഞങ്ങളിതേ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്ന് മിച്ചറും പിന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതാട്ടാ കഴിച്ചത്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞു. അവനും കൊടുത്തു. ഞങ്ങൾ ചായ കുടിക്കാതിരിക്കുമ്പോൾ അവനും ഉണ്ടാവും, അവനും കൂടെ ഇരിക്കട്ടെ. അപ്പം പിന്നെ അവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട്. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറുണ്ടാക്കി കിടക്കാം. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മഴയൊക്കെ പെയ്തു. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയില്ല. കറണ്ട് പോയി. ഇവിടെ മഴ പെയ്താൽ കറണ്ട് അപ്പം തന്നെ പോകും. നമുക്ക് കറി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ മാമ്പഴക്കറി ഉണ്ടാക്കാം. നമുക്ക് മാമ്പഴക്കറി ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പം ഞാൻ മാങ്ങയിൽ പൊടികളൊക്കെ ഇട്ടിട്ട് അത് തേക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ പയർ തോരനുണ്ടായിരുന്നു. അപ്പം അതൊന്ന് രാവിലെ ചൂടാക്കിയെടുത്തു. പിന്നെ എന്തോന്നാ അപ്പോഴത്തെ മാമ്പഴത്തിൻ്റെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തിട്ട് കറിയാൻ മര്യാദയ്ക്ക് വയ്ക്കാൻ അറിയാമെന്ന് വെച്ച് ഞാൻ ആദ്യം പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ അവന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊരിച്ച് വെച്ചു. കാരണം ചോറുണ്ണാനായിട്ട്. അവനിതൊന്നും ചിലപ്പോൾ കഴിക്കില്ലല്ലോ. പിന്നെ അതിലേക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് മോര് ഒഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഉണക്കമുളകും ഉള്ളിയും ഒക്കെ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴക്കറി സെറ്റായി. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലൊക്കെ തന്നെ മാമ്പഴം മുഴുവനായിട്ടില്ല, മാമ്പഴം പുളിയിട്ട് അതിൻ്റെ ഇതായിട്ട് അങ്ങനെ ഇട്ടിട്ടാണ് ഇത് വയ്ക്കണേ. അത് അങ്ങനത്തെ മാങ്ങ കിട്ടാത്തതുകൊണ്ട് കേട്ടോ. സീസൺ കഴിഞ്ഞു പോയല്ല, അത് കിട്ടില്ല ഇപ്പം എവിടെയും കിട്ടാനില്ല. അപ്പോഴത്തേക്ക് ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് ലാസ്റ്റ് എല്ലാ പരിപാടിയും തീർത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ സെറ്റായി. അപ്പം കുറച്ച് പാത്രം കൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതും കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ വന്നു. അപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ കുറച്ച് ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ വർക്ക് ചെയ്യണം എൻ്റെ തൊട്ടപ്പുറമുള്ളൊരു ഷോപ്പാണ്. നല്ല ടേസ്റ്റ് അവിടുത്തെ ഫ്രൈക്കൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചിക്കൻ ഇഷ്ടം, ചേട്ടന് ബീഫ് ഇഷ്ടം. അപ്പോൾ രണ്ടും കുറച്ച് വാങ്ങിച്ചു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കി വെച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ആ സാധനത്തിന്. അപ്പം ഞാൻ പോയിട്ട് അവന് ഫുഡൊക്കെ കൊടുക്കട്ടെ കേട്ടോ.
അവിടെ നിന്ന് ഭയങ്കര കളിയാണ്. ഇനി പോയിട്ട് വേണം അവന് ഫുഡ് കഴിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പോയി ഫുഡ് കൊടുത്തിട്ട് പാപ്പനമ്പ എന്ത് ഉണ്ടോ അമ്മയ്ക്കും ഉണ്ടോ അമ്മയ്ക്ക് താടി അപ്പം ഞാൻ കുഞ്ഞിച്ചെറുക്കിന് ചോറ് കൊടുക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. പിന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ കിടക്കാനായിട്ട് വന്നിട്ട് ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ കിടക്കുമ്പോൾ ഈ സമയമൊക്കെ ആവും. 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് പർപ്പിളിൽ നിന്ന് വന്നിട്ടുള്ളൊരു കൊറിയറായിട്ടാണ്. ഒരു ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒട്ടാക്ക് വന്നിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് എത്ര മണിയായിട്ടായി? 11 മണി ആവാറായിട്ടുണ്ട്. ഫുഡൊക്കെ 10:30. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കിടക്കണം, കിടന്നുറങ്ങണം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇല്ലേ? ഇല്ലേ കണ്ണപ്പാ? അവനെ ഉറങ്ങിട്ടില്ല കേട്ടാ. അവനൊക്കെ ഓർമ്മില്ല. കുറച്ച് ഇന്നത്തെ എപ്പോഴും ഓർഡർ ചെയ്തിട്ടുള്ള സാധനമായിട്ട് ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുഖത്തുണ്ടല്ല ഇത് കണ്ടോ കുരുക്കളൊക്കെ വന്നിട്ടുള്ള ചെക്കിങ് കാണാൻ പറ്റണമെന്ന് അറിയില്ല, പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സാധനം യൂസ് ചെയ്തപ്പോഴാണ് എനിക്കതിൻ്റെ കുറഞ്ഞത്. ഒരുപാട് കുറഞ്ഞൊന്നല്ലട ഞാൻ പറയണേ. എന്നാലും ആ പാടിൻ്റെ മങ്ങലൊക്കെ ഏകദേശമൊക്കെ പോയിട്ട് ഈ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തപ്പോഴാണ്. പിന്നെ ഇതിൻ്റെ വിറ്റാമിൻ സിയുടെ സിറം കൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും ഒരുമിച്ചാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഞാൻ 2 മാസത്തേക്ക് സാധനം നിർത്തി. അപ്പോൾ എനിക്ക് കുരുക്കൾ വീണ്ടും വരുമ്പോൾ എനിക്ക് മാസം നമുക്ക് വരും. പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് പിമ്പിൾസിൻ്റെ മുഖത്ത് വരാറുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ഒരുവിധം പ്രായമായപ്പോൾ അത് കുറഞ്ഞു. ഇപ്പം എന്തുന്നാ ഇത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പീരീഡ്സ് ആവുന്ന സമയത്ത് ഇതുപോലെ കുരുക്കൾ വരും. പിന്നെ ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുരുക്കളൊക്കെ കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഈ പാടുകൾ വീണ്ടും വന്നത്. അപ്പോൾ ഇത് പറ്റിയപ്പോഴാണ് എൻ്റെ കുറഞ്ഞത്. ഇത് മറ്റേ ഗുഡ് വൈബ്സിൻ്റെ ആണെന്നുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. കൊള്ളാം. ഇത് രാത്രി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഇന്നലെ വീണ്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടാണ്. അപ്പോൾ അപ്പോഴെല്ലാം നിങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് വരും. അപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടി. ഇന്നലെ ഞാൻ തേക്കാൻ മറന്നുപോയി. ഇന്ന് വീണ്ടും തേക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും പാടുകളൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ അത് ക്രീമൊക്കെ പറ്റിയില്ല. അപ്പോൾ അതിന് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താണെങ്കിൽ നമ്മുടെ നമ്മൾ തന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ലവ് യു ഓൾ. ബൈ. ഗുഡ് നൈറ്റ്.